എമ്പുരാൻ സിനിമ പലരും കണ്ടു കാണും. ഇന്നലെ മുതൽ സമ്മിശ്ര പ്രതികരണങ്ങളും ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും ഒക്കെ കേൾക്കുന്നുമുണ്ട്. മലയാളത്തിലെ പ്രശസ്തനായ ഒരു യൂട്യൂബറിന്റെ റിവ്യൂ ഇന്നലെ കണ്ടിരുന്നു. ലാലേട്ടന് വയ്യ എന്നല്ല, അബ്രാം ഖുറേഷിക്ക് വയ്യ, സ്റ്റീഫന് കുഴപ്പമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതൊക്കെ നല്ല വിമർശനമായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ആന്റണി പെരുമ്പാവൂർ വന്ന് കോമഡി ആക്കി എന്നത് അത്രയ്ക്ക് കത്തിയില്ല. ആ ചെറിയ റോളിലേക്ക് ഹോളിവുഡിൽ നിന്നും ആളെ കൊണ്ടുവരേണ്ട ആവശ്യവുമില്ല. പിന്നീട് അവസാനമായി അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യം മൂവിയുടെ ക്ലൈമാക്സിൽ ചൈനീസ് റെസ്റ്റോറന്റിലെ ഒരു കുക്ക് വരുന്നുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒരുത്തനെ കാണിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. മഞ്ഞുമ്മൽ ബോയ്സിന്റെ റിവ്യൂ പറയുമ്പോൾ ഖാലിദ് റഹ്മാനെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഡ്രൈവർ ചേട്ടനാക്കിയ അദ്ദേഹത്തിന്റെ മറ്റൊരു മാസ് ഡയലോഗായിട്ട് ഇതിനെ കണ്ടാൽ മതി. സിനിമയെക്കുറിച്ച് വ്യക്തമായ ധാരണകളുള്ള അറിവുകളുള്ള ആൾ തന്നെയാണ് ഈ യൂട്യൂബർ. അദ്ദേഹം ചൈനീസ് അരുവപ്പുകാരൻ ആക്കിയ ആളുടെ പേര് റിക്യൂൺ എന്നാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അദ്ദേഹം ആരാണെന്നും മനസ്സിലാകും. ഏറെ കാത്തിരുന്ന ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒട്ടുമുക്കാൽ പേരെയും അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തുവിട്ടുവെങ്കിലും ചുവന്ന ഡ്രാഗണിന്റെ ചിത്രമുള്ള ഷർട്ട് ധരിച്ച് പുറംതിരിഞ്ഞ് നിൽക്കുന്ന കഥാപാത്രം ആരായിരിക്കും എന്നതിന്റെ ആകാംക്ഷയിലായിരുന്നു ആരാധകർ. ബോളിവുഡ് താരം അമീർ ഖാന്റെ പേര് വരെ പലരും പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ ചൈനീസ് കുക്ക് റിക്യൂൺ കൊറിയൻ പശ്ചാത്തലമുള്ള ഹോളിവുഡ് നടനാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ഡൈ അനദർ ഡേ, നിഞ്ച അസാസിൻ, ഒളിമ്പസ് ഹാസ് ഫോളൻ തുടങ്ങിയ വലിയ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആളുമാണ്. 2001 ഇറങ്ങിയ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ഒരു വിയറ്റ്നാം ഗ്യാങ്ങിന്റെ തലവനായിട്ടാണ് റിക്യൂൺ എത്തിയത്. സിനിമയിലെ നായകനായ വിൻ ഡീസലിന്റെ പ്രധാന എതിരാളിയായിരുന്നു റിക്യൂൺ. 2002 ജെയിംസ് ബോണ്ട് ചിത്രമായ ഡൈ അനദർ ഡേയിലും റിക്യൂൺ വില്ലനായിരുന്നു. കൊറിയൻ പീപ്പിൾ ആർമിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു നോർത്ത് കൊറിയൻ തീവ്രവാദിയായ സാവോ എന്ന കഥാപാത്രമായിരുന്നു അതിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. പിന്നീട് 2013 ഒളിമ്പസ് ഹാസ് ഫോളൻ എന്ന ഹിറ്റ് സിനിമയിൽ പ്രധാന വില്ലനായ അമേരിക്കയിലെ വൈറ്റ് ഹൗസ് തകർക്കാനെത്തുന്ന നോർത്ത് കൊറിയൻ തീവ്രവാദി സംഘത്തിന്റെ ലീഡറായിരുന്നു റിക്യൂൺ. അങ്ങനെ ഒട്ടേറെ സിനിമകളുണ്ട് അദ്ദേഹത്തിന്റേതായി. അദ്ദേഹത്തെ ചൈനീസ് കുക്കാക്കിയ ആ വലിയ മനസ്സ് കാണാതെ പോകുന്നില്ല. ഇനി ആദ്യ ദിവസം തന്നെ വരാൻ പോകുന്ന വില്ലന്റെ പേര് റിവീൽ ചെയ്യേണ്ട എന്നൊരു മര്യാദയാണ് കാണിച്ചതെങ്കിൽ അത് അംഗീകരിക്കുന്നു. നേരത്തെയുള്ള ഒരു കാലത്തായിരുന്നെങ്കിൽ റിക്യൂൺ അത്രക്ക് അറിയപ്പെടാതെ പോയേനെ. നിരവധി OTT പ്ലാറ്റ്ഫോമുകൾ ഉള്ള ഇക്കാലത്ത് മലയാളികൾക്ക് പരിചിതൻ തന്നെയാണ് റിക്യൂൺ എന്ന വില്ലൻ. അദ്ദേഹം ഒരു നടൻ മാത്രമല്ല, ഒരു പ്രൊഡ്യൂസറും റൈറ്ററും കൂടെയാണ്.